ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റർവ്യൂ. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്? ഹൗ ടു കണ്ടക്ട് എൻ ഇന്റർവ്യൂ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇമാജിൻ ദാറ്റ് യു ആർ അപ്പോയിന്റഡ് ആസ് എ ജേർണലിസ്റ്റ് ഇൻ എ ന്യൂസ് പേപ്പർ. യുവർ ഫസ്റ്റ് അസൈൻമെന്റ് ഈസ് ടു കണ്ടക്ട് എൻ ഇന്റർവ്യൂ വിത്ത് an eminent personality who lives around you or who lives near your locality. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ, ഒരു ഫേമസ് പേഴ്സൺ, അതൊരു നടനാകാം, അതൊരു വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ്, ഒരു സ്കൾപ്ചർ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരു 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 സ്പോർട്സ് പേഴ്സൺ, ഒരു സ്പോർട്സ്മാൻ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആകാം. അയാളെ പോയി കണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മാർക്ക് 4 മാർക്കാണെങ്കിൽ 4 ക്വസ്റ്റ്യനും 4 റെസ്പോൺസും എഴുതണം. 8 മാർക്കാണെങ്കിൽ 8 ക്വസ്റ്റ്യനും 8 റെസ്പോൺസും, 6 മാർക്കാണെങ്കിൽ 6 ക്വസ്റ്റ്യനും 6 റെസ്പോൺസും എഴുതേണ്ടി വരും. അപ്പോൾ ഇവിടെ ഏത് പേഴ്സണാണ് നമ്മൾ, ഏത് ആളിനെയാണ് നമ്മൾ, ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ആളിനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ നടത്താൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സമയത്ത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് ആളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയാലും എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യണം ആരെങ്കിലുമായിട്ട്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം വിത്ത് മീ ഫോർ ആൻ ഇൻ്റർവ്യൂ? ദ ആൻസർ ഈസ് നോ, ഐ വുഡിൻറ്റ്. യു ക്യാൻ ടേക്ക് ആസ് മച്ച് ടൈം ആസ് യു വാണ്ട്. താങ്കൾക്ക് എൻ്റെ കൂടെ കുറച്ച് സമയം ഒരു ഇൻ്റർവ്യൂവിന് സ്പെയർ ചെയ്യാൻ ഉണ്ടാവുമോ? അതിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ആൻസർ എന്താണ്? നോ, ഐ വുഡിൻറ്റ്. യു ക്യാൻ ടേക്ക് ആസ് മച്ച് ടൈം ആസ് യു വാണ്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, താങ്കൾ ചോദിച്ചോളൂ. വാട്ട് പ്രോംപ്റ്റഡ് യു ടു സെലക്ട് ദിസ് ഫീൽഡ്? ഏത് ഫീൽഡ് നമ്മൾ പറയുന്നില്ല. ഇനി നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ ആ ഫീൽഡിനെ കുറിച്ച് പറയണം, ആ ഫീൽഡിൻ്റെ പേര് പറയാം. അല്ലെങ്കിൽ ഒരു റൈറ്റർ ആണെങ്കിൽ അയാളുടെ എഴുത്തിൻ്റെ മേഖലയും കൂടെ ചോദിച്ച് ആ പേര് പറയാം. ഇവിടെ അതൊന്നും പറയാതെ ചോദിക്കുന്നത്, വാട്ട് പ്രോംപ്റ്റഡ് യു ടു സെലക്ട് ദിസ് ഫീൽഡ്? ആ ദിസിൻ്റെ അവിടെ നിങ്ങൾ ആരുമായിട്ടാണ് ഇൻ്റർവ്യൂ നടത്താൻ പോകുന്നത്, അയാളുടെ ഫീൽഡ് എഴുതുക. സെലക്ട് ദിസ് റൈറ്റിംഗ് ഫീൽഡ്, അല്ലെങ്കിൽ ആക്ടിംഗ് ഫീൽഡ്, അല്ലെങ്കിൽ സ്പോർട്സ് ഫീൽഡ് എന്ന് വെച്ചാൽ അത് എഴുതുക. മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, വൈഡ് റീഡിംഗ് ആൻഡ് ദ റിയാലിറ്റീസ് അറൗണ്ട് മീ പ്രോംപ്റ്റഡ് മീ ടു സെലക്ട് ദിസ് ഫീൽഡ്. എൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, എൻ്റെ വാസ്റ്റ് റീഡിംഗ്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള റിയാലിറ്റീസ് ഒക്കെയാണ് എന്നെ ഈ മേഖലയിൽ എത്തിച്ചത്. Then third question, who is your role model? താങ്കളുടെ റോൾ മോഡൽ ആരാണ്? ആരെങ്കിലും ഉണ്ടോ? The response is, I don't consider anyone as my role model. Everyone who comes into my life teaches me something new. എനിക്ക് റോൾ മോഡൽ ഒന്നുമില്ല, but everyone who comes into my life teaches me something new. Then you might have come across failures in life. How did you overcome failures? എങ്ങനെയാണ് നിങ്ങൾ ഫെയിലിയേഴ്സിനെ ഓവർകം ചെയ്യുന്നത്? All my friends and well-wishers stood by me in moments of crisis. My hard work also helped me to lessen the impact of failures. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരും ഒക്കെ എൻ്റെ ഏതൊരു അപകടം, ഒരു ഫെയിലിയർ സംഭവിച്ചാലും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും അല്ലെങ്കിൽ എൻ്റെ ഹാർഡ് വർക്ക്, അതിലൂടെയാണ് ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്നിട്ടുള്ളത്. The next question is, what are your future plans? I have many plans in my mind, but this is not the right moment to reveal them. എനിക്ക് ഒരുപാട് പ്ലാനൊക്കെ ഉണ്ട്, ബട്ട് ഇപ്പോൾ അത് പുറത്ത് പറയാൻ പറ്റില്ല. ദെൻ വുഡ് യു ലൈക്ക് ടു ഗീവ് എ പീസ് ഓഫ് അഡ്വൈസ് ടു ദ പ്രസന്റ് ജനറേഷൻ? ഒരു ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? അപ്പോൾ ഇതെല്ലാം ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ആരടുത്ത് വേണോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. യെസ്, ഐ തിങ്ക് അവർ യൂത്ത് ഹാവ് ഇമ്മൻസ് പൊട്ടൻഷ്യൽ ടു ചേഞ്ച് ദ വേസ് ഓഫ് ദ വേൾഡ്. ദേ ഷുഡ് യൂസ് ദിയർ ടാലൻറ്റ്സ്, നോളജ് ആൻഡ് സ്കിൽസ് ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്. നമ്മുടെ യൂത്തിന്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അതവർ സൊസൈറ്റിയുടെ ചേഞ്ചിനായിട്ട് ഉപയോഗിക്കണം. ഇത്രയും പറഞ്ഞാണ് ആ ഇൻ്റർവ്യൂ നിർത്തത്. ഇപ്പോൾ ഇതൊരു 6 ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്കാണ്. അപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 6 ചോദ്യവും 6 ഉത്തരവും, 6 ക്വസ്റ്റ്യൻസ് ആൻഡ് 6 റെസ്പോൺസസ്. ഈ രീതിയിൽ വേണം നിങ്ങൾ ഇൻ്റർവ്യൂ എഴുതാൻ.